മുംബൈ സിറ്റിക്കെതിരെ നേരിട്ട അവിശ്വസനീയമായിട്ടുള്ള തോൽവി എന്തായാലും മനോലോ മാർക്കസിനെ നന്നായിട്ട് തന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി അത് ഓരോ വാക്കുകളിലൂടെയും ഓരോ വാചകങ്ങളിലൂടെയും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു മത്സരത്തിന് ശേഷം എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നല്ല ടീമൊക്കെ ആയിരിക്കും, ഗോളടിക്കുന്നുണ്ടായിരിക്കും, ജയിക്കുന്നുണ്ടായിരിക്കും, എന്നിരുന്നാലും ഞങ്ങളൊരു ചാമ്പ്യൻ ടീമായി മാറാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ഇന്നത്തെ മത്സരം കാണിച്ചു തന്നു. അവസാന നിമിഷങ്ങളിൽ പടിക്കൽ കല ഉടയ്ക്കുന്നത് കൊണ്ടൊരു ചാമ്പ്യൻ ടീമാണ് ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ ആദ്യത്തെ മിസ്റ്റേക്ക് അല്ല. ഇതേ പിഴവ് തന്നെ ഞങ്ങൾക്ക് ഈ സീസണിൽ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഞങ്ങൾ അവസാനം 8 മിനിറ്റുകൾക്കുള്ളിൽ 3 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മാത്രമല്ല, പഞ്ചാബ് എഫ് സിക്കെതിരെയും സമാനമായിട്ടുള്ള സംഗതി ഉണ്ടായി. ഇന്നത്തെ രാത്രിയിൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയും ഇതേ സംഗതി ഉണ്ടായി. കളി നമ്മളുടെ കയ്യിലിരിക്കുമ്പോഴും അവസാന നിമിഷത്തേക്ക് കളി കൈവിട്ട് കൊടുത്ത് എതിരാളികളെ കൊണ്ട് തുടർച്ചയായിട്ട് ഗോളുകൾ അടിപ്പിക്കുന്നത് ഒരിക്കലും ഒരു ചാമ്പ്യൻ ടീമിന് ചേർന്നതല്ല. നമ്മളൊരു ചാമ്പ്യൻ ടീമായി മാറാത്തത് എന്താണെന്നും ഷീൽഡ് ജയിക്കാത്തത് എന്താണെന്നും തെളിയിച്ചതാണ് ഈ 3 മത്സരങ്ങളിലെ റിസൾട്ടുകൾ എന്ന് പുള്ളി പറയുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇതേ അവസ്ഥ എത്ര കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ജയിക്കേണ്ട പല കളികളും സമനിലയിലും തോൽവിയിലും കൊണ്ടെത്തിച്ചിരിക്കുന്നത് അവസാന നിമിഷങ്ങളിലെ പിഴവുകളാണ്. അവസാന നിമിഷത്ത് കൈവിട്ട് കളഞ്ഞതിന്റെ പേരിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ കണ്ണീര് വാർത്തിട്ടുള്ള ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ്. സോ ഗോവയുടെ കോച്ചിന് ഇതൊക്കെ പുതിയ സംഗതി ആയിരിക്കും. നമ്മൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ട് വന്നിട്ടുള്ളവരായതുകൊണ്ട് ഇത് വലിയ പ്രശ്നമൊന്നുമല്ല.